It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്. 70-ലും വിറയ്ക്കാത്ത കൈകളിൽ ബ്രഷും പെയിന്റുമായി അസൈനാർ വരച്ചെടുക്കുന്ന ചിത്രങ്ങളിലും ബോർഡുകളിലും തന്റെ മെയ്വഴക്കവും ജീവൻ തുടിക്കുന്ന ചാരുതയും ആരെയും അത്ഭുതപ്പെടുത്തും. ഒരേ സമയം ഗായകൻ, നടൻ, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടിയ അഞ്ചച്ചവടി സ്വദേശിയായ CT അസൈനാർ ഭിന്ന പ്രതിഭയാൽ നാട്ടുകാരെ വിസ്മയിപ്പിക്കും. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വിശ്രമ ജീവിതത്തിനെത്തിയ ഇദ്ദേഹം കലയോടും തൊഴിലിനോടുമുള്ള അഭിനിവേശം മൂലം ഇന്നും നാട്ടിൽ സജീവമാണ്. എഴുപതുകൾക്ക് ശേഷം 25 വർഷം വിദേശത്ത് ചിത്രകലാ ബോർഡെഴുത്തുമായി കഴിഞ്ഞ അസൈനാർ ഇക്കാലത്ത് കേരളത്തിലെ പ്രഗത്ഭ ഗായക സംഘത്തിലെ അംഗമായിരുന്നു. നിലവാരക്കുറവ് മൂലം കൂക്കുവിളികൾ ഉയർന്നിരുന്ന ഗാനമേള പ്രോഗ്രാമുകളിൽ അസൈനാറിന്റെ പാട്ടുകളാണ് ശ്രോതാക്കളെ അടക്കിയിരുത്തിയിരുന്നത്. ഇങ്ങനെ ഞാൻ പറയും, ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ എഴുതിക്കൊണ്ട് വരത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ വാപ്പിമ്മയൊക്കെ പറയും, ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ സാധിക്കില്ല, വേറെ വല്ല തൊഴിലും പഠിച്ചോ എന്നൊക്കെ പറയാം. ഇത് കൈക്കോട്ട് കളക്കൽ ഇതൊക്കെയാണ് അവിടെ ആ കാലത്തുള്ളത്. അപ്പൊ നമ്മളെ പിന്നെ ഇങ്ങനെ നടന്നപ്പോ ഇവിടെ ഈ മൂസന്നെ പുതുക്കൊള്ളി മൂസ ആള് അവന് ചെറുപ്പത്തിൽ അവൻ പറഞ്ഞു അവൻ തുന്നപ്പണി പഠിക്കാൻ പോവാണ് കളി അവർക്ക്. അവൻ പറഞ്ഞോട് പിന്നെ അസൈനാരത്തിലൊക്കെ നടക്കല്ലേ, വെറുതെ ചിത്രം വരച്ചുകൊണ്ടും എഴുതി കൊണ്ടൊക്കെ നടക്കല്ലേ, അതുകൊണ്ട് എൻ്റെ ഒപ്പം പോന്നോട്ടെ പറഞ്ഞു. അങ്ങനെ ഓൻ്റെ ഒപ്പം ഞാൻ തുന്നപ്പണി പഠിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ ഇന്നിങ്ങനെ തുന്നപ്പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് പാടിയപ്പോൾ വേറെ പിന്നെ അതിൻ്റെ മെഷീൻ അടിക്കണ വേറെ ആൾ കേട്ടോ പറഞ്ഞു, കുഴപ്പമില്ലല്ലോ ഈ പാട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്നെ ക്ലബ്ബിൽ കൊണ്ടുപോയി പാട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഈ അയമുണ്ണി എന്ന് പറഞ്ഞ ആള് അയമുണ്ണിയാക്ക കോട്ടക്കൽ പരിപാടിക്കൊക്കെ എന്നെ കൊണ്ടുപോയി. അത് ഇവിടെയൊക്കെ ചെറിയ പരിപാടിക്കൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടക്കൽ പരിപാടിക്ക് അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ അവിടുന്ന് നമ്മളെ ജമാൽ കാളികാവ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അയാളിപ്പോൾ സിനിമയിൽ കുറെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഴയ പഴയ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അയാൾ എന്നെ അവിടുന്ന് കണ്ടു. അപ്പൊ കോട്ടക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയാം, അടുത്തതായി അസൈനാർ അഞ്ചച്ചവടി പാടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പാടാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഇവങ്ങനെ അന്തം വിട്ടു. കാരണം ഓന് കാളിയാവുള്ളതാണ്, നമ്മളെ ചെറുപ്പത്തിൽ അറിയുന്ന ആളെ അതായത് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇത് കാളിയാവുന്ന്. അപ്പൊ അവിടുന്ന് ഞാനിങ്ങനെ പിന്നെ ഞാൻ എഴുതിയ ചെറിയൊരു ബോർഡ് അവിടെ വെച്ചിരുന്നു, യുദ്ധം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൻ്റെ ഇത് വെച്ചിരുന്നു. അപ്പൊ അതിൻ്റെ ചോട്ടിൻ്റെ പേരും വെച്ചിരുന്നു. അപ്പൊ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പാടുന്നത് ഓൻ കാണുന്നത് അപ്പോഴാണ്. അപ്പോൾ ഓൻ പറഞ്ഞാണ് എൻ്റെ ഈ പരിപാടിക്ക് ഏറ്റവും നല്ല ഉഷാർ അവിടെയാണ് പറഞ്ഞത്. എവിടെ പിന്നെ വളാഞ്ചേരി. അങ്ങനെ ഓന്നെ ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നാണ് പിന്നെ ഞാൻ ഈ ഗാനമേളന്റെ അതിലും പെട്ടു, പിന്നെ ഇങ്ങനെ അകപ്പെട്ട് പിന്നെ അങ്ങനെ ഈ എഴുത്തും പരിപാടിയും ഗാനമേളയായി. ജീവിതത്തിലും ഭക്ഷണശീലങ്ങളിലും വ്യായാമമുറകളിലും കണിശത പാലിക്കുന്ന അസൈനാറിന് ഇപ്പോഴും 40ന്റെ ചെറുപ്പമാണ്. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വന്തം നിലയിൽ ചിത്രകല അഭ്യസിച്ച ഇദ്ദേഹം അധ്യാപകരുടെ പ്രശംസയിലാണ് വളർന്നത്. പിന്നീടാണ് ബോർഡ് എഴുത്തുകളിലേക്ക് തിരിഞ്ഞത്. 50 കൊല്ലം മുമ്പ് ആദ്യമായി എഴുതിയ ബോർഡ് അഞ്ചച്ചവടി നാഷണൽ സ്പോർട്സ് ക്ലബിന്റേതാണെന്ന് അസൈനാർ പറഞ്ഞു. ആധുനിക കാലത്തെ ഫ്ലെക്സ് ബോർഡുകൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതോടൊപ്പം തൊഴിലും നഷ്ടപ്പെടുത്തുന്നു. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ 1000-ലേറെ പാട്ടുകളും അതിലേറെ ബോർഡുകളും ചിത്രങ്ങളും പിറവിയെടുത്ത ഈ കൈകളും മനസ്സും ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്നും കർമ്മപഥത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.